മഴയായിട്ട് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു ഈ മഴയത്ത് എവിടെയെങ്കിലും പോയി ചായ കുടിച്ചാലോ എന്ന്. വൈകുന്നേരം ആയപ്പോ അപ്പം കാണാതെ വണ്ടിയും എടുത്ത് ഞങ്ങൾ പോയത് നമ്മുടെ തെങ്ങണായില് 10 രൂപയ്ക്ക് ചിക്കൻ കട്ട്ലേറ്റ് കിട്ടുന്ന കട തപ്പിയാണ്. ഇന്നെന്തോ ഇവിടുത്തെ കടികൾക്കെല്ലാം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാത്തിനും ഓരോന്നെടുത്ത് തിന്നാൻ തുടങ്ങി ഞങ്ങള്. ഇവളുടെ ഈ തീറ്റി കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവൾ 1ാമത്തെ കട്ട്ലേറ്റാ തിന്നുന്നതെന്ന്. അങ്ങനെയൊന്നും അല്ലാട്ടോ, ഇവള് 6ാമത്തെ കട്ട്ലേറ്റ് ആണ് ഈ ഒറ്റ ഇരിപ്പിനിരുന്ന് തിന്നുന്നത്. അവള് മാത്രമല്ല ഞാനും. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ, എവിടെ പോയാലും ബൂസ്റ്റ് നമ്മുടെ മെയിൻ ആണേ. ചുമ്മാ ഇരുന്നപ്പോ മുട്ട ബജി കഴിക്കാൻ തോന്നി. അങ്ങനെ ഞാൻ ഇവരുടെ മുട്ട ബജിയും കഴിച്ചു. മുട്ട ബജി എനിക്കെന്താ ഇഷ്ടമായില്ല. ഒരു ചെറിയ മുട്ടയില് പുറം മൊത്തം മാവ് മുക്കിയേക്കുമായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും കട്ട്ലേറ്റ് എടുത്ത് തിന്നാൻ തുടങ്ങി. ചായയൊക്കെ കുടിച്ച് തിരിച്ചു വരുമ്പോ ട്രെൻഡ്സിന്റെ ഫ്രണ്ടില് ഓഫർ എന്ന് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ ഞാനും അവളും അവിടെ കയറി കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ടോന്ന് നോക്കി. അങ്ങനെ അവിടെ കളക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി ഡയറക്റ്റ് ചങ്ങനാശ്ശേരിക്ക് പോയി. അവിടെയും കളക്ഷൻ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ തിരുവല്ലാക്ക് വിട്ടു. എല്ലാം കഴിഞ്ഞ് തിരുവല്ലായി ചെന്നപ്പോഴത്തേക്കിനാണ് അറിയുന്നത് ഇതിലും കളക്ഷൻ കൂടുതൽ ചങ്ങനാശ്ശേരിയിലായിരുന്നെന്ന്. ഉള്ളത് കൊണ്ട് ഓണം പോലെന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തിരുവല്ലായിന്ന് കുറച്ചധികം ഡ്രസ്സിങ് വാരിയെടുത്തു. ഇപ്രാവശ്യം 7000 രൂപയ്ക്ക് ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് ഇവര് കവറൊന്നും തന്നില്ല കേട്ടോ. പിന്നെ 10 രൂപയ്ക്ക് കവറും വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. നാട് മൊത്തം കറങ്ങി. ഉമ്മ ഉണ്ടാക്കി ചായ കുടിക്കാണ്ട് കടയിൽ പോയി ചായയും കുടിച്ച് ട്രെൻഡ്സിൽ വന്നെല്ലാം പർച്ചേസിങ്ങും കഴിഞ്ഞ് ഇറങ്ങിയപ്പോ 9:45. ഉമ്മാന്റെ തെരുവിളിയും പേടിച്ച് ഈ കൊടും മഴയത്ത് വണ്ടിയും എടുത്തത് ഞങ്ങള് വീട്ടിലോട്ട് വന്നതാ. വീടിന്റെ 2 കിലോമീറ്റർ മുന്നേ വെച്ച് വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. അങ്ങനെ ഈ കൊടും മഴയത്ത് ആ പെട്രോൾ തീർന്ന വണ്ടിയെ ഉന്തി കയറ്റി ഞങ്ങള് വീട്ടിലെത്തി. ബൈ.